നമുക്ക് വെയിറ്റ് ഗെയിൻ ആണ്, എനിക്ക് കുറച്ച് മസിൽ വെക്കണം, എനിക്ക് കുറച്ച് വെയിറ്റ് കൂട്ടണം എന്ന രീതിയിൽ ആഗ്രഹമുണ്ട്. അതിനെന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മരിയൻ ഹോസ്പിറ്റൽ, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ പല വീഡിയോകളിലും പറയാറുണ്ട് എങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം, എങ്ങനെയാണ് ഫുഡ് കൺട്രോൾ ചെയ്യാം, ഏത് രീതിയിലുള്ള ഡയറ്റാണ് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്, ഏതൊക്കെ കുറയ്ക്കണം, ഏതൊക്കെ കൂട്ടണം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾ നമ്മൾ വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ഒത്തിരി വീഡിയോകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെപ്പോഴും ചെയ്യുമ്പോഴും നമുക്ക് വരുന്നൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഡോക്ടർ എപ്പോഴും ഈ വെയിറ്റ് ലോസിനെ കുറിച്ചല്ല ഈ പറയുന്നത്, നമുക്ക് വെയിറ്റ് ഗെയിൻ ആണ്, എനിക്ക് കുറച്ച് മസിൽ വെക്കണം, എനിക്ക് കുറച്ച് വെയിറ്റ് കൂട്ടണം എന്ന രീതിയിൽ ആഗ്രഹമുണ്ട്. അതിനെന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതേപോലെ തന്നെ അപ്പനും അമ്മയും പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് വരും, ഡോക്ടർ ഇതേ 2 മാസം കഴിയുമ്പോൾ ഉള്ള കല്യാണമാണ്, ഇങ്ങനെ ഇരിക്കുകയാണ്, കുറച്ചുകൂടെ ഒന്ന് വണ്ണം വെക്കണം, എന്തിലൊന്ന് പറഞ്ഞു കൊടുക്കുമോ എന്ന് പറഞ്ഞ രീതിയിൽ ചോദിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളിലും പറയാൻ ഉദ്ദേശിക്കുന്ന സെയിം കാര്യം തന്നെയാണ്. അതാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം ഇനിയും ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റിയില്ല എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇത് തന്നെയാണ് ഞാൻ അവിടെ നേരിട്ട് വന്നാലും പറയുന്നത്, ഇത് തന്നെയാണ് വീഡിയോയിൽ പറയുന്നത്, സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് ഞാൻ എന്തൊക്കെ നോക്കിയിട്ടും വെയിറ്റ് വെക്കാത്തത് എന്നുള്ളതാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. അതിനാദ്യം നോക്കേണ്ടത് എന്താണ്, നമ്മൾ തൈറോയ്ഡ് ചെക്ക് ചെയ്യണം. തൈറോയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? തൈറോയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള കാര്യമുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷനിലും നമുക്ക് വെയിറ്റ് വല്ലാതെ കുറയും. അതേപോലെ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് കണ്ടീഷനിലും വെയിറ്റ് വല്ലാതെ കുറയും. ഗ്രേവ്സ് ഡിസീസിലും വെയിറ്റ് വല്ലാതെ കുറയും. ചില കാര്യങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിലും വെയിറ്റ് കുറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതെല്ലാം തൈറോയ്ഡ് തന്നെയാണ് പ്രശ്നം, പക്ഷേ പല പല രീതിയിലുള്ള പ്രശ്നങ്ങളാണെന്നേ ഉള്ളൂ. അതിന് പല രീതിയിൽ ടെസ്റ്റ് ചെയ്താൽ മതി. അതായത് T3, T4, TSH, ആൻറ്റി TG, ആൻറ്റി TPO എന്ന് പറയുന്ന മെയിൻ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിനുള്ള ക്ലാരിറ്റി കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്, ഹൈപ്പർ അസിഡിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊന്നും ശരീരത്ത് ഉപയോഗപ്പെടുന്നില്ല. അതായത് നമ്മൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷെ ഉപയോഗപ്പെടുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിക്കുമ്പോഴത്തേന് വയറ് നിറഞ്ഞു വരുന്നുണ്ട്, അല്ലെങ്കിൽ നെഞ്ചരിച്ചിലുണ്ടാകുന്നുണ്ട്, മോഷൻ റിലേറ്റഡ് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകണമെന്നൊരു തോന്നലുണ്ട്. ഇതൊക്കെയാണ് ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവരെന്ത് കഴിച്ചു എന്ന് പറഞ്ഞാലും വണ്ണം വെക്കില്ല. ഇതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ പല സമയങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ബിസി ആയിട്ടുള്ള ആളുകളായിരിക്കും, പല ജോലികളായിരിക്കും, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന നിസ്സാര കാര്യമായിരിക്കും, പക്ഷേ നമ്മൾ ഈ സ്ട്രെസ്സ് കാരണം നമ്മൾക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുകയും അതേപോലെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കറക്റ്റ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ശരീരത്തിൽ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ് മെയിനായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ആ ചെയ്യുന്ന ജോലിയിൽ ഒരു മോഡിഫിക്കേഷൻ ചെയ്യുക. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് അതിന് ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ഹെൽപ്പ് ചെയ്യാം, ഡോക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യും, സൈക്കാട്രിസ്റ്റുകൾ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആ സഹായം തേടണം. അല്ലാതെ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും വണ്ണം കൂടുതലില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, നമ്മൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ സ്ട്രെസ് നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, സ്ട്രെസ് ബാധിക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് പ്രത്യേകിച്ചൊരു വിശപ്പ് കാണത്തില്ല, ചിലർക്ക് ഭയങ്കര വിശപ്പായിരിക്കും, ചിലർക്ക് ഒട്ടും വിശപ്പ് കാണത്തില്ല, ചിലർക്ക് ഉറക്കം വരത്തില്ല, എന്നാൽ നല്ല രീതിയിലുള്ള ക്ഷീണവും കാര്യങ്ങളുണ്ട് പക്ഷേ ഉറക്കം കാണിക്കത്തില്ല, ചിലർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന രീതിയായിരിക്കും, അരിശപ്പെടുന്ന രീതിയായിരിക്കും, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ കാണിക്കുക. ഇതെല്ലാം സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ളവരും വെയിറ്റ് വെക്കത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനിയുള്ള കാര്യം എന്താണ്, ചിലർ പറയുന്നത് എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന ആളാണ് ഇപ്പം നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു വരിക എന്ന് പറയുന്ന കാര്യവും അത് ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ പ്രമേഹം നമ്മളെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയുന്നതെന്ന് അറിയാമോ, നമ്മുടെ ചെസ്റ്റ് ഏരിയ ഇവിടെ ശോഷിച്ച് വരും, ഇവിടെ മസിൽസൊക്കെ കുറയും, അതേപോലെ കൈയും കാലും ശോഷിച്ച് വരും. ഇത് പ്രമേഹം ശരീരത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകും, വയറ് മാത്രം കാണും, ബാക്കിയുള്ള ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം പ്രത്യേകിച്ച് മസിൽസ് എല്ലാം ശോഷിച്ച് വരുന്ന ഒരു രീതിയിലേക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, മസിൽ ശോഷിക്കുന്ന സമയത്താണ് നമുക്ക് ആ മസിൽ ബൾക്കൊക്കെ ഒന്ന് കുറയുമ്പോഴാണ് നമ്മൾ വീണ്ടും മെലിഞ്ഞ രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ നേരത്തെ എന്തുകൊണ്ടാണ് വണ്ണം വെക്കാത്തതെന്നും വണ്ണം ഉള്ളവർ എന്തുകൊണ്ട് വണ്ണം കുറഞ്ഞു എന്നുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ എടുത്തു പറഞ്ഞത്.
ചിലർ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് ജിം വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആകുന്നില്ല. പക്ഷേ ജിം വർക്കൗട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അതിന് പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വണ്ണം കുറയത്തേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, നമ്മൾ ഏത് ടൈപ്പ് ബോഡിയാണ്, അത് ഫാറ്റ് കലക്റ്റഡ് ആയിട്ടുള്ളതാണോ അല്ലെന്നുണ്ടെങ്കിൽ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണോ, നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ആവശ്യമുള്ളത്, അതിനനുസരിച്ച് ഡയറ്റോടെ ഇതിൻ്റെ കൂടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി സാധാരണ എനിക്ക് ജിമ്മൊന്നും ചെയ്യാൻ വയ്യ, കാര്യങ്ങളെല്ലാം വയ്യ, പക്ഷേ വേറെ കുഴപ്പമില്ല, എനിക്ക് വെയിറ്റ് കൂടണമെന്നുണ്ടെങ്കിൽ അവർ ഫുഡ് നമ്മൾ കുറച്ച് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യണം. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈ ഫുഡ് നോക്കിയിട്ട് കാര്യമുള്ളൂ. ചിലത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർ ഞാൻ എന്തൊക്കെ നോക്കിയിട്ടും എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അച്ഛനമ്മയുടെ ശരീരപ്രകൃതമോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛനമ്മയുടെ ശരീരപ്രകൃതമോ നോക്കിയിട്ട് അതുപോലെ തന്നെയാണ് വരുന്നത്. അല്ലാതെ ഒരു പരിധി കൂടുതൽ നമുക്ക് പെട്ടെന്നൊരു മാറ്റം വരത്തില്ല. ചില ആളുകളൊക്കെ എന്ന് പറയുന്നത് 20-25 വയസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കെൽട്ടായിട്ടിരിക്കും. ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കുറച്ചൊക്കെ വണ്ണം വെച്ച് വരും. ആ ഒരു രീതിയിലേക്കാണ്. അതുകൊണ്ട് ചെറുപ്പത്തിലേ എനിക്ക് വണ്ണം വെക്കണമെന്ന് പറയുന്നത് പാരമ്പര്യ രീതിയോ തൈറോയ്ഡ് പ്രശ്നങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഡയബറ്റിക്കായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷനോ അല്ലെന്നുണ്ടെങ്കിൽ വയറ്റിലെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആവത്തില്ല. അത് ആ പ്രശ്നം ശരിയാക്കിയെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. നമുക്ക് പാരമ്പര്യം ശരിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ രീതികളൊന്ന് ആലോചിച്ചാൽ മതി. എന്നാലും ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇത് ചെയ്യണം. ഇനി നമ്മൾ നോർമലായിട്ടുള്ള ഫുഡ് എങ്ങനെ കഴിക്കുന്നത്, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. രാവിലെ നമ്മൾ ദോശ ഇഡ്ഡലി പുട്ട് എന്തെങ്കിലും കഴിക്കുന്നുണ്ട്, അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കുന്നുണ്ട്. രാത്രി നമുക്ക് ചോറ് അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ട്. 4 മണിക്ക് ചിലപ്പോൾ ചെറുകടികൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കഴിക്കുന്നത്. പക്ഷേ ഇത് ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഇത് എടുത്തിട്ട് നമ്മൾ വെയിറ്റ് വെക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഹെൽത്തി മിൽക്ക് ഷേക്ക് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ നോർമലായിട്ട് കോക്കനട്ട് മിൽക്ക് അല്ലെന്നുണ്ടെങ്കിൽ കൗ മിൽക്ക് ചേർത്തുകൊണ്ട് അതിൻ്റെ കൂടെ അവക്കാഡോ ചേർത്തുകൊണ്ട് അതിൻ്റെ കൂടെ നട്ട്സ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഡേറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് ഹണി തേനൂടെ ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് മിൽക്ക് ഷേക്ക് രീതിയിലാക്കിയിട്ട് നമ്മൾ കുടിക്കുന്നത് ഏറ്റവും വെയിറ്റ് കൂടാനായിട്ട് ഏറ്റവും സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ചോറ് അത്ര നല്ല ഒരു ഭക്ഷണമല്ല, ചോറും കപ്പയും. പക്ഷേ ചോറും കപ്പയും കൂടുതൽ കഴിക്കുമ്പോഴാണ് നമുക്ക് വെയിറ്റ് കൂടുന്ന രീതിയിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളോരോ കാര്യം ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിന് പുറത്തുനിന്ന് വെയിറ്റ് കൂടിയില്ലെങ്കിലും യൂട്രസിലെ മുഴയായിട്ടും ബ്ലോക്കുകളായിട്ടും മറ്റു പ്രശ്നങ്ങളായിട്ടും ഉള്ളത് കൊണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് പോകുന്നതാണ് നല്ലത്. അല്ല കൂടുതൽ മധുരം വാരി കഴിച്ചു കഴിഞ്ഞാലും വെയിറ്റ് വെക്കും. പക്ഷെ അങ്ങനെ കൂടുതൽ മധുരം കഴിച്ചാൽ നമുക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അത് നല്ലതല്ല എന്നുള്ളതാണ് മെയിനായിട്ടും എടുത്തു പറയാനുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ ഈ ഹെൽത്തി മിൽക്ക് ഷേക്ക് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെ അത് 3 മണിക്കൂർ കൂടുമ്പോൾ എന്തെങ്കിലുമായിട്ട് കഴിക്കണം. കാരണം ഏത്തപ്പഴം നല്ല ഹൈ കാലറി ഡയറ്റാണ്. ഇപ്പോൾ ഹൈ കാലറി ആണ്, പക്ഷേ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ട് മറ്റു പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർ വണ്ണം വെക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഏത്തപ്പഴം അത് സ്ലൈസ് ചെയ്തിട്ട് നെയ്യിലിട്ട് വാട്ടി അതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതുകൂടെ എടുത്ത് ഒരു ഗ്ലാസ് പാലും കൂടെ ഇത് 4 മണി സമയത്ത് നോർമൽ ഡയറ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ എല്ലാ ദിവസവും ഒരു 5 വീതം നട്ട്സ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ ഏത് ജ്യൂസ് കഴിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയിലാണെങ്കിലും നമ്മൾ ഒരു 11 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ 9 മണി സമയത്ത് കുറച്ച് നിലക്കടല കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചെറുപയർ നന്നായിട്ട് മുളപ്പിച്ച് അത് ചെറിയ രീതിയിൽ വേവിച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ചിലർക്ക് വയറ്റിലെ പ്രശ്നമുള്ളവർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകും. പച്ച കഴിക്കുമ്പോൾ പച്ച കഴിച്ചിട്ട് കുഴപ്പമില്ല, മുളപ്പിച്ച് കഴിക്കും കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനാണ്. പക്ഷേ ഇത്രയൊക്കെ എടുത്തിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, മസിലിന് മൂവ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രെയിൻ കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രോട്ടീൻ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അതെങ്ങനെയാണ്, നമ്മളിപ്പോൾ അതിന് വേണ്ടി ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു പുഷപ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം 5, പിന്നെ 10, 15 അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസം കൂട്ടി കൊണ്ടുവരിക എന്നുള്ളത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു പ്രോപ്പർ ഈ മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിതിൻ 3 മന്ത്സിനുള്ളിൽ നമുക്ക് വെയിറ്റ് നന്നായിട്ട് കൂടും. അതേപോലെ തന്നെ നമ്മൾ സിറ്റപ്സ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതും ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഈ ആറോബിക്സും സൈക്ലിങ്ങും ഒന്നും വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ വെയിറ്റ് ബെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എക്സസൈസുകൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് ഉപയോഗപ്പെടും. അതായത് നമ്മൾ മസിലിന് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു വെയിറ്റ് ഹെവി ആയിട്ടുള്ള വെയിറ്റുകൾ എടുത്ത് ആദ്യം ചെറിയ വെയിറ്റുകൾ എടുത്തുകൊണ്ട് ചെയ്യണം. അതിന് ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്താൽ തന്നെ മതിയാവും. നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചുകൊണ്ട് തന്നെ നമ്മളതിനെ സ്ട്രെങ്തനിങ് ആക്കി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഡംബിൾസ് കിട്ടുന്നില്ലെങ്കിൽ സാരമില്ല, സാധാരണ ഒരു ചെറിയ കല്ലായാലും മതി, അല്ലെങ്കിൽ ഇഷ്ടിക ആയാലും മതി, അതിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഹെവി ആയിട്ടുള്ള ഒരു മരത്തിൻ്റെ തടി കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഓരോ ദിവസം പോകുന്നതനുസരിച്ച് വെയിറ്റുകൾ കൂട്ടി കൊണ്ടുവന്നാൽ മതിയാവും. അങ്ങനെയാണ് നമുക്ക് മസിൽ ബിൽഡപ്പ് നടത്തുന്നത്. പ്രോട്ടീൻ സപ്ലൈ ചെയ്യണം, ഇത് മസിൽ ബിൽഡപ്പ് നടത്തണം. അപ്പോൾ അതേപോലെ തന്നെ മുട്ട ഏറ്റവും നല്ല ഒരു പ്രോട്ടീനാണ്.
കാര്യങ്ങളാണ്. നമ്മൾ സാധാരണ രീതിയിൽ വിഷാംശങ്ങളൊന്നും ഇല്ലാതെ വിശ്വാസത്തോടെ കഴിക്കാൻ പറ്റുന്ന മെയിനായിട്ട് കുറച്ച് ഭക്ഷണങ്ങളിൽ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് മുട്ടയാണ്. അപ്പോൾ മുട്ടയെന്ന് പറയുന്നത് എല്ലാവരും മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 മുട്ടയുടെ മഞ്ഞക്കരുവായിട്ടും ഒരു 4-5 മുട്ടയുടെ വെള്ളയായിട്ടും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റ് ഗെയിൻ അത് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ ഏത്തപ്പഴം നല്ലൊരു ഓപ്ഷനാണ്, മിൽക്ക് ഷേക്സ് നല്ലൊരു ഓപ്ഷനാണ്, നട്ട്സ് നല്ലൊരു ഓപ്ഷനാണ്, ചെറുപയർ വേവിച്ചത് നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ചിക്കനായിട്ടോ ബീഫായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മട്ടനായിട്ടോ മീനായിട്ടോ ഒക്കെ ഇത് പ്രോട്ടീൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് മസിൽ ബിൽഡപ്പ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാതെ കഴിച്ചുകൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് വെയിറ്റ് കൂട്ടണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം പ്രോപ്പറായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് എനിക്ക് വയറ്റിലെ പ്രശ്നമില്ല, പ്രമേഹമില്ല, അതേപോലെ തൈറോയ്ഡ് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട്, അതേപോലെ തന്നെ പാരമ്പര്യ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഈ മെത്തഡുകളൊക്കെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടും. ഇനി ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. ആ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പിന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെച്ചം കിട്ടും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ശരീരത്തിൽ ഓരോ ഏരിയയിലും ഓരോ പ്രൊപ്പോർഷൻ ഉണ്ട്. ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് മാത്രമാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് വരേണ്ടത്. അല്ലാതെ വയറ് മാത്രം നമ്മളിങ്ങനെ ചാടി വരുന്നതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ ഇനി വെയിറ്റ് ഗെയിൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.